സുഹൃത്തുക്കളെ, ഇന്ന് അയോധ്യയിലെ സംഭവവികാസങ്ങളെക്കുറിച്ചും തുടർന്നിപ്പോൾ വാരണാസിയിൽ അരങ്ങേറിയിരിക്കുന്ന പുതിയ അക്രമത്തെക്കുറിച്ചുമാണ് ഇന്ന് പ്രധാനമായിട്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാബരി മസ്ജിദ് പൊളിച്ച് അക്രമാസക്തമായ ബ്രാഹ്മണ്യത്തിൻ്റെ സ്തംഭം അവിടെ സ്ഥാപിച്ചതിൻ്റെ പിന്നാലെ അടുത്ത ആക്രമണത്തിനുള്ള കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം വാരണാസിയിലെ ഗ്യാൻവാപി പള്ളിയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. ബാബരി പള്ളിയുടെ കാര്യത്തിൽ കണ്ടതുപോലെ തന്നെ ഈ പള്ളിയുടെ കീഴെ ഏതോ ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ അത് തെളിയിക്കാനായിട്ട് ഉദ്ഖനനം നടത്തണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും കോടതി അത് അനുവദിക്കുകയും അങ്ങനെ ഉദ്ഖനനമെല്ലാം നടത്തി അത് ശരിയാണ് എന്നുള്ള റിപ്പോർട്ട് പ്രതീക്ഷിച്ച പോലെ വരികയും ചെയ്തു. ഒട്ടും വൈകാതെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പൂജ നടത്താനുള്ള അനുവാദം കോടതി കൊടുക്കുകയും ചെയ്തു. പൂജ തുടങ്ങിയിട്ടുമുണ്ട്. ബാബരി പള്ളി പൊളിച്ചതിന് ശേഷം ഇനി ഇത്തരമൊരു കാര്യം ആവർത്തിക്കാൻ പാടില്ല, ഇനി ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പള്ളിയുടെയും മേലെ ഇങ്ങനൊരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കുന്നൊരു നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നിയമമൊക്കെ നിലനിൽക്കെ തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള പരിശോധന നടത്താനും അതിൻ്റെ പിൻബലത്തിൽ പൂജ നടത്താനും മറ്റൊക്കെയായിട്ട് കോടതികളുടെ പങ്കാളിത്തത്തോടുകൂടി അനുവാദം കിട്ടിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യം പ്രമാണിച്ച് പള്ളിയിലെ ഭരണാധികാരികൾ മേൽക്കോടതികളെ സമീപിച്ചെങ്കിലും അത് സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതിലൊരു അടിയന്തരത്വം അവർ കാണുന്നില്ല. വളരെ പ്രകടമായൊരു നിയമലംഘനത്തിൻ്റെ പിൻബലത്തിലാണ് ആ പ്രവൃത്തി നടക്കുന്നത് എന്ന് വ്യക്തമായിട്ടും അതിലിടപെടാൻ ആവശ്യമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇനി ഇടപെടുക എന്നുള്ള എളുപ്പമല്ല, കാരണം പൂജ തുടങ്ങി കഴിഞ്ഞല്ലോ. അപ്പോൾ അത് മതവികാരത്തിന് വ്രണപ്പെടുത്തുമെന്നാകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൂജ അവിടെ മാത്രമായിട്ട് ഒതുങ്ങി നിർത്താൻ പറ്റില്ല, ദർശനം നടത്താനായിട്ട് ഭക്തന്മാരെ അനുവദിക്കണമെന്നാവും ആവശ്യം. അപ്പോൾ അതിനുള്ള വഴി ഉണ്ടാവും. അങ്ങനെ പടിപടിയായിട്ട് അവസാനം ആ പള്ളി പൊളിക്കുന്നതിലേക്കായിരിക്കും കാര്യങ്ങൾ പൊളിക്കുന്നതിലേക്കായിരിക്കും കാര്യങ്ങൾ എത്താൻ പോകും. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാനുണ്ട് പ്രധാനപ്പെട്ടൊരു പാഠം. ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ കടന്നാക്രമണങ്ങളെ ചെറുക്കാൻ ഭരണഘടനയെയും അതിൻ്റെ ഫലത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന നിയമങ്ങളെയും ഭരണകൂട ഉപകരണങ്ങളായ കോടതി മുതലായവയെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല, വേറെ വഴി തന്നെ നോക്കണം എന്നുള്ളതാണ്. നിയമാനുസൃതമായിരിക്കണം എന്ത് കാര്യവും എന്ന് പറയുമ്പോൾ ചിലർക്ക് നിയമം ലംഘിക്കാനും തോന്നും പോലെ പ്രവർത്തിക്കാനും മറ്റു ചിലർക്ക് മാത്രം നിയമം വളരെ കർക്കശമായി പാലിക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യുന്നൊരവസ്ഥ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അയോധ്യയിൽ ബ്രാഹ്മണ്യത്തിൽ അക്രമാസക്തമായ സ്തംഭം സ്ഥാപിച്ച ചടങ്ങിനെക്കുറിച്ച് ഭരണവർഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് 3 വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. ഒന്നാമത്, ഇത് ഒരു മതപരമായ കാര്യത്തെ, മതവിശ്വാസത്തെ BJPയുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഭരണകൂടം മതപരമായ കാര്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്നുള്ള മതേതര തത്വത്തിൻ്റെ ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്, ശങ്കരാചാര്യന്മാരും മറ്റൊക്കെ ഉന്നയിച്ച ഇത് വിധിപ്രകാരമല്ല അവിടെ പ്രതിഷ്ഠ നടന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള വാദഗതിയാണ്, വിമർശനമാണ്. അപ്പോൾ ഈ 3 വിമർശനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കാണാൻ കഴിയുന്ന മുഴച്ചു നിൽക്കുന്ന കാര്യം, അങ്ങനെ ഒന്ന് അവിടെ നടത്തുന്നതിനോട്, അവിടെ അമ്പലം പണിയുന്നതിനോടോ അല്ലെങ്കിൽ അതിൽ ഈ പറയുന്ന പോലെ ഒരു പ്രതിഷ്ഠ നടത്തുന്നതിനോടോ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇവർക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് ചെയ്ത രീതിയോട് മാത്രമാണ് അഭിപ്രായ വ്യത്യാസം.
അവിടെ നിലനിന്നിരുന്ന മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിനെ തകർത്തിട്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, ആ തകർത്തത് തെറ്റായ പ്രവൃത്തിയായി പോയി. അവിടെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്ന് പറയുന്ന ഉദ്ഖനന റിപ്പോർട്ട് അങ്ങനെ ആശ്രയിക്കാവുന്ന റിപ്പോർട്ടല്ല എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടാണല്ലോ പിന്നെ വീണ്ടും അങ്ങനെയാണെങ്കിലും എന്നും പറഞ്ഞിട്ടാണ് ഈ അനീതിക്ക് പച്ചക്കൊടി കാട്ടിയത്. പക്ഷെ ആ അനീതിയെക്കുറിച്ച് ഇപ്പോൾ അവർക്കാർക്കൊന്നും പറയാനില്ല. അപ്പോൾ അത് നടന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ട് ഈ കാര്യം ചെയ്യുന്നത് അത്ര ശരിയല്ല, അതിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ആ പള്ളി പൊളിച്ച് മാറ്റുന്നതിനോട് അടിസ്ഥാനപരമായി ഈ ഭരണവർഗങ്ങളുടെ ഒരു വിഭാഗത്തിനും എതിർപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവരതിന് പറഞ്ഞ യുക്തി 500 വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അമ്പലം പൊളിച്ചിട്ട് പള്ളി പണിതു എന്നുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ 500 വർഷം മുമ്പ് മധ്യയുഗങ്ങളിൽ നടന്നിരുന്ന കാര്യങ്ങളെ മധ്യയുഗത്തിൻ്റെ യുക്തി വച്ചിട്ട് ഇന്നും നമ്മൾ പ്രവർത്തിക്കണം എന്നാണല്ലോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പൂർവ്വകാലത്ത് ചരിത്രകാലത്ത് നടന്നിരിക്കുന്ന അനീതിക്ക് ഇന്ന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ നൂറ്റാണ്ടുകളായി ദളിതരുടെ മേലെ സവർണാധിപത്യ ശക്തികൾ, ബ്രാഹ്മണാധിപത്യ ശക്തികൾ നടത്തിയിരിക്കുന്ന അതിക്രമങ്ങൾക്ക് അതേ നാണയത്തിൽ അവർ തിരിച്ചടിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് തെറ്റാവുക? അതേതായാലും ഇവർ അംഗീകരിക്കാൻ പോകുന്നില്ല, അത് നിയമാനുസൃതമല്ല എന്നായിരിക്കും പറയാനുണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ വിശ്വാസവുമൊന്നും അല്ല ഇവിടുത്തെ യഥാർത്ഥ വിഷയം. അതൊരു രാഷ്ട്രീയ നടപടിയായിരുന്നു, അത് രാഷ്ട്രീയ ആവശ്യമായിരുന്നു, ഭരണവർഗങ്ങളുടെ ഒരു രാഷ്ട്രീയ ആവശ്യമായിരുന്നു ആ പള്ളി അവിടെ നിന്ന് പൊളിച്ചു മാറ്റി അമ്പലം പണിയാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത്. ഇത് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അയോധ്യയിൽ ബ്രാഹ്മണ്യ ഫാസിസത്തിൻ്റെ, അക്രമാസക്തമായ ബ്രാഹ്മണ്യ ഫാസിസത്തിൻ്റെ ആ സ്തംഭം സ്ഥാപിച്ചതിൻ്റെ മുഴുവൻ രാഷ്ട്രീയവും നമുക്ക് ശരിയായ രീതിയിൽ വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയുള്ളൂ. സംഘപരിവാർ ശക്തികൾ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചതോടെ ഒരു ഹൈന്ദവ രാഷ്ട്രീയ സാംസ്കാരിക അന്തരീക്ഷം രാജ്യത്ത് സ്ഥാപിതമായി എന്ന് ചിലർ കരുതുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഭരണവർഗങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരമൊന്നും അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ അതർത്ഥമാക്കുന്നത്. ഇവരധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം സംഭവിച്ചൊരു കാര്യം എന്നുള്ള എനിക്ക് അതല്ല ശരി. എക്കാലത്തും അതിവിടെ ഉണ്ടായിരുന്നു. ഒരു നീണ്ട കാലത്തേക്ക് അത് പരോക്ഷമായിരുന്നു എന്ന് മാത്രം. പൊതുവിൽ, എല്ലായ്പ്പോഴല്ല, പൊതുവിൽ അത് പരോക്ഷമായിരുന്നു എന്ന് മാത്രം. മാത്രമല്ല നീണ്ട കാലത്തേക്ക് അതൊരു മൃദു സ്വഭാവമാണ് സ്വീകരിച്ചത്. ഇന്ന് കാണുന്ന പോലെയുള്ള അക്രമാസക്തമായ സ്വഭാവമല്ല അതിനുണ്ടായിരുന്നത്. അപ്പോൾ ബ്രാഹ്മണ്യം എക്കാലത്തും അക്രമാസക്തമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു വേർതിരിവ്, അതിൻ്റെ ഒരു മൃദുഭാവത്തെക്കുറിച്ചും അക്രമാസക്ത ഭാവത്തെക്കുറിച്ചും വേർതിരിച്ച് പറയുന്നത് ശരിയല്ല എന്ന് ചിലർ വാദിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ഏതൊരു ചൂഷകവർഗത്തിൻ്റെയും ആശയശാസ്ത്രം എക്കാലവും അക്രമാസക്തമാണ്. കാരണം ചൂഷണത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ആശയശാസ്ത്രമാണല്ലോ. ബ്രാഹ്മണ്യവും ആ രീതിയിൽ അന്തസത്തയിൽ അക്രമാസക്തമാണ്. പക്ഷേ എപ്പോഴും ഒരേ ഭാവമല്ല അതിനുണ്ടായിരുന്നത് എന്നുള്ളത് കാര്യം അത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ വന്നിരിക്കുന്ന മാറ്റം നോക്കിയാൽ നമുക്കിത് കാണാൻ കഴിയും. കോൺഗ്രസിൽ തന്നെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ വിഭാഗത്തെ ചവിട്ടി പുറത്താക്കിയ ടിളക്കിൻ്റെ കാലവും ഹരിജൻ സേവാ സംഘം സ്ഥാപിച്ച് അസ്പൃശ്യതയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു കേന്ദ്ര പരിപാടിയാക്കി മാറ്റിയ ഗാന്ധിയുടെ കാലം തമ്മിലും താരതമ്യം നോക്കുക. ഈ രണ്ടു കൂട്ടരും ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കൾ തന്നെയായിരുന്നു. പക്ഷെ രണ്ടുപേരുടെയും ബ്രാഹ്മണ്യത്തിൻ്റെ ഭാവം വ്യത്യസ്തമായിരുന്നു. ഇത് തിരിച്ചറിയേണ്ടത് അങ്ങേറ്റം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം എങ്കിൽ മാത്രമാണ് ഇന്ന് കാണുന്ന
അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് കാണുന്ന അക്രമാസക്തമായ ഭാവമുള്ള ബ്രാഹ്മണ്യത്തിലേക്കുള്ള പ്രത്യക്ഷമായ ബ്രാഹ്മണ്യത്തിലേക്കുള്ള ചുവടുമാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മുഴുവൻ സാമൂഹ്യ ഘടനയിലും സാംസ്കാരിക ഘടനയിലും രാഷ്ട്രീയ ഘടനയിലും ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന സജീവ ബ്രാഹ്മണ്യ സാന്നിധ്യം ഒരു സംഘപരിവാറിൻ്റെ മാത്രം വിഷയമല്ല, മുഴുവൻ ഭരണവർഗങ്ങളുടെയും വിഷയമാണ് എന്നപ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. മുഴുവൻ ഭരണവർഗങ്ങളുടെയും എന്ന് പറയുമ്പോൾ അതിലെല്ലാ രാഷ്ട്രീയ പ്രതിനിധികളുടെയും എന്ന് പറയുമ്പോൾ അതിൽ CPM CPI പോലുള്ള തിരുത്തൽവാദ പാർട്ടികളും ഉൾപ്പെടും. ബാബറി മസ്ജിദിന് വിഷയം ഉയർന്നു വന്നപ്പോൾ അവരെടുത്ത സമീപനങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഇത് ഒരു മുസ്ലിം പള്ളിയാണ്, അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതാണ് ആ പ്രശ്നത്തിനുള്ള യഥാർത്ഥ ഉചിതമായ പരിഹാരം എന്നുള്ള ഖണ്ഡിതമായ നിലപാട് അന്ന് മാവോയിസ്റ്റുകൾ മാത്രമാണ് ഉന്നയിച്ചിരുന്നത്. നേരെ മറിച്ച് CPM CPI പോലുള്ള തിരുത്തൽവാദികൾ ആ തർക്കപ്രശ്നം ആയിട്ടതിനെ വിശേഷിപ്പിക്കുകയും ആ തർക്കപ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നുള്ള നിലപാടെടുക്കുകയാണ് ചെയ്തത്. നിലനിൽക്കുന്ന ഒരു പള്ളിക്ക് നേരെ സംഘപരിവാർ ശക്തികൾ പടിപടിയായിട്ടുള്ള ആക്രമണം വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആക്രമണകാരികൾക്കെതിരെ ആക്രമിക്കപ്പെടുന്നവർക്കൊപ്പം നിന്ന് നിലപാടെടുക്കുന്നതിന് പകരം ഈ രണ്ട് കൂട്ടരുടെ ഇടയിൽ മധ്യസ്ഥം പറയുന്ന രമ്യതയുടെ ഭാഷ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരെയാണ് സേവിക്കുന്നത്? വ്യക്തമായിട്ടും അക്രമകാരികളെ തന്നെയാണ് സേവിക്കുന്നത്. പള്ളി മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ അവർ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഇന്നും അവിടെ അയോധ്യയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്കുള്ള എതിർപ്പ് സർക്കാർ മുൻകൈയെടുത്ത് അതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാതെ അങ്ങനെ ചെയ്യുന്നതിനോടല്ല. ആ ചെയ്യുന്നത് അവിടെ ഒരു അമ്പലം പണിയുന്നതും പ്രതിഷ്ഠ നടത്തുന്നതും അടിസ്ഥാനപരമായും തെറ്റാണ്, അക്രമമാണ് എന്ന ഖണ്ഡിതമായ നിലപാടെടുക്കാൻ അവർ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇത് വെറും ഒരു പാർട്ടി പ്രശ്നം മാത്രമല്ല, ഒരു വീക്ഷണത്തിൻ്റെ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു രീതിയുടെ പ്രതിഫലനം കൂടിയാണ്. ഈ തിരുത്തൽവാദ പാർട്ടികളുടെ വീക്ഷണങ്ങളോട് ഏറെക്കുറെ അടുത്ത് നിൽക്കുന്ന ഹിന്ദുവിൻ്റെ ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന മാസികയിൽ സമീപകാലത്ത് വന്നൊരു ലേഖനം നോക്കാവുന്നതാണ്. അതിൽ പറയുന്നത് നൈതികമായ നിലപാടുകൾ എക്കാലവും സ്വീകരിച്ചതുകൊണ്ടാണ് രാമനെ മര്യാദ പുരുഷനായി ജനങ്ങൾ കരുതുന്നത് എന്നാണ്. ഏത് മര്യാദയാണ് ദശരഥപുത്രനും അയോധ്യയിലെ രാജാവുമായി കഴിഞ്ഞ രാമൻ പാലിച്ചത്? ആരുടെ മര്യാദയായിരുന്നു അത്? വ്യക്തമായും ബ്രാഹ്മണ്യത്തിൻ്റെ വർണ്ണാശ്രമ ധർമ്മമാണ് എക്കാലവും രാമന് വഴികാട്ടിയായിരുന്നത്. അന്നത്തെ ആധിപത്യ ധർമ്മം അതായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നിലപാടിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ആ വർണ്ണാശ്രമ ധർമ്മം തെറ്റാണെങ്കിൽ, അനീതിയാണെങ്കിൽ എങ്ങനെയാണ് നൈതികമായിട്ടാണ് രാമൻ പ്രവർത്തിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയുക? രാമായണ കഥയിൽ ഉടനീളം ഈ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ കാത്തുരക്ഷിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് നൈതികമാണ് എന്ന് പറയുമ്പോൾ ആ ധർമ്മം ശരിയാണ്, ബ്രാഹ്മണ്യത്തിൻ്റെ ആ ധർമ്മം ശരിയാണ് എന്ന് അംഗീകരിച്ച് കൊടുക്കുകയാണ്. ഇത് ഹിന്ദുത്വ രാഷ്ട്രീയം അംഗീകരിക്കുന്നതിൻ്റെ പ്രശ്നമല്ല, മറിച്ച് പരോക്ഷമായ നിന്നിരുന്നതിന് പ്രത്യക്ഷമായ ബ്രാഹ്മണ്യത്തിന് സ്വീകരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഒരു 19 വർഷം മുമ്പായിരുന്നുവെങ്കിൽ ഭരണവർഗങ്ങൾക്കിടയിൽ നിന്ന് പോലും, അതിൽ കുറച്ച് ഇടതുപക്ഷമാണ് പുരോഗമനമാണെന്നൊക്കെ ഭാവിക്കുന്നവർ പോലും ഇങ്ങനൊരു അഭിപ്രായം പറയാൻ ഒരിക്കലും ധൈര്യപ്പെടുമായിരുന്നില്ല. അപ്പോൾ ഈ മാറ്റം, പരോക്ഷമായതിൽ നിന്നുള്ള പ്രത്യക്ഷമായതിലേക്കുള്ള ഈ മാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇവിടുത്തെ ഭരണവർഗങ്ങളുടെ ഭരണനീതീകരണ പ്രതിസന്ധിയിൽ നിന്ന് ഉടലെടുത്തൊരു പ്രശ്നമാണ്. കാരണം സംഘപരിവാറിൻ്റെ അക്രമാസക്തമായ ബ്രാഹ്മണ്യ നിലപാടുകൾ എക്കാലവും ഉണ്ടായിരുന്നു.
ഒരിക്കലും അത് അവർ മറച്ചു വച്ചിട്ടില്ല. എക്കാലവും അത് അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്, ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഭരണവർഗങ്ങൾക്കിടയിൽ അതിന് ഒരു സ്വീകാര്യത കിട്ടിയിരുന്നില്ല. അതൊരു മൂലയിൽ ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു. ഒരിക്കലും അതിനെ തകർക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല. പല അവസരങ്ങൾ കിട്ടിയിട്ടും അതിനവർ ശ്രമിച്ചിട്ടില്ല. മറിച്ച് ആവശ്യം പോലെ പ്രയോഗിക്കാമെന്നുള്ള നിലയ്ക്ക് അതിനെ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ മൂലയിൽ മാറ്റി നിർത്തപ്പെട്ടൊരു സാധനം, ഒരു വീക്ഷണം, ഒരു ആശയശാസ്ത്രം, അത് ഭരണവർഗത്തിൻ്റെ ആശയശാസ്ത്ര നീതീകരണത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്തേക്ക് വന്ന മാറ്റം, ഇതാണ് സമീപകാലത്ത് കുറച്ച് ദശകങ്ങളായി ഇന്ത്യയിലെ ഭരണവർഗ രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഈ മാറ്റത്തിനെ കൃത്യമായിട്ട് വിലയിരുത്താതെ ഇന്ന് നടക്കുന്ന സംഭവങ്ങളെയോ ഇതിനു മുമ്പ് അതിലേക്ക് എത്തിച്ചേർന്ന സംഭവവികാസങ്ങളെ നമുക്ക് ശരിയായിട്ട് വിലയിരുത്താൻ കഴിയില്ല. ബ്രാഹ്മണ്യ വിമർശനം എന്ന കൃതിയിലെ ആദ്യ ലേഖനത്തിൽ, ബ്രാഹ്മണ്യത്തിനൊരു ഹ്രസ്വ പരിചയം എന്നുള്ള ലേഖനത്തിൽ ഞാനത് കുറേ വിശദമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ നീതീകരണ പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹ്യ രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ, തീവ്രമായ വൈരുദ്ധ്യങ്ങളുടെ ഫലമായിട്ട് തന്നെയായിരുന്നു. അല്ലാതെ എവിടുന്നോ ശൂന്യാകാശത്ത് നിന്നുണ്ടായ കാര്യമല്ല. 47 അധികാര കൈമാറ്റത്തിന് ശേഷമുള്ള കുറച്ച് വർഷങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കും പുതിയൊരു രാജ്യത്തിനെ കെട്ടിപ്പടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്കൊക്കെ ആണ് കോൺഗ്രസ് അതിൻ്റെ മുൻകൈയിൽ രൂപം കൊണ്ട്, ഗാന്ധി നെഹ്റു കാലഘട്ടത്തിലൊക്കെ രൂപം കൊണ്ട ഈ ഭരണനീതീകരണവും രൂപം കൊടുക്കുകയും അത് ശക്തമായ ഒരു സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഏതാണ്ട് 60കളാകുന്നതോടുകൂടി അത് പൊളിയാൻ തുടങ്ങുന്നുണ്ട്. കാരണം രാജ്യത്തെ സമ്പദ്ഘടനയുടെ യാഥാർത്ഥ്യം, ഈ പറയുന്ന പുരോഗമനവും വികാസവും അല്ല നടക്കുന്നത്. ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയാണ്, സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയാണ്, സാമ്രാജ്യ ശക്തികളുടെ പിടുത്തം മുറുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ തന്നെ പടിപടിയായിട്ട് ജനങ്ങൾക്കിടയിൽ തിരിച്ചറിവ്, യുവജനങ്ങൾക്കിടയിലൊക്കെ തിരിച്ചറിവ് ഉണ്ടാകാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും മറ്റൊക്കെ ഉയർന്നു വരാൻ തുടങ്ങി. നക്സൽവാരി കലാപം ഉൾപ്പെടെയുള്ള കാർഷിക കലാപങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇനിയും ആ പഴയ നീതീകരണവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, മറ്റെന്തെങ്കിലും അടിസ്ഥാനങ്ങളിൽ ഇതിനെ ബലപ്പെടുത്തി ഒന്നായിട്ട് സ്ഥാപിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് ഭരണവർഗങ്ങൾ എത്തിച്ചേരും. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ തുടങ്ങിയൊരു പ്രക്രിയയായിരുന്നു. അന്ന് സംഘപരിവാർ കേന്ദ്ര അധികാരത്തിനടുത്തെങ്ങുമില്ല. പക്ഷെ അത് എത്താത്തതെന്ന കാലത്ത് പോലും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അതിനേക്കുള്ള ചുവടുവെപ്പുകൾ തുടങ്ങുന്നുണ്ട്. പിന്നെ അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നതോടുകൂടിയാണ് ആദ്യമായിട്ട് സംഘപരിവാർ ശക്തികൾക്ക് കേന്ദ്ര സർക്കാരിൽ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്നത്. അപ്പോഴും ഒരു ചെറിയ പങ്ക് മാത്രമാണ്, പ്രധാന പങ്കല്ല. അവിടെ നിന്ന് പിന്നീടുള്ള പടിപടിയായിട്ടുള്ള മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാർ മുന്നോട്ട് വച്ച അജണ്ട ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 49 വിഗ്രഹം ഒളിച്ചു കടത്തി അതിൽ സ്ഥാപിക്കുമ്പോൾ കോൺഗ്രസ് സർക്കാരാണ് UP-യിൽ ഭരിക്കുന്നത്. കേന്ദ്രത്തിൽ വേണമെങ്കിൽ ഇടപെട്ടത് അപ്പം തന്നെ നിർത്തിക്കാമായിരുന്നു. ഇന്നിപ്പോൾ അത് നെഹ്റു അങ്ങനെ ഉത്തരവ് കൊടുത്തു, പക്ഷേ അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് അത് അനുവദിച്ചില്ല എന്നൊക്കെയാണ് ന്യായം പറയുന്നത്. അർത്ഥശൂന്യമായൊരു ന്യായമാണ്. ഒരു ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അത്തരത്തിലുള്ള ഉത്തരവിനെ മറികടക്കാൻ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ കഴിയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിയുമായിരുന്നത്. അപ്പോൾ അത് ബോധപൂർവം തന്നെ തൽക്കാലം അത് വേണ്ടാന്ന് വയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ മുസ്ലിം വിരോധം ഇവിടുത്തെ ഭരണവർഗങ്ങളുടെ ഒരു സ്ഥായി ഭാവമാണ്. മുസ്ലിങ്ങൾക്കെതിരെ നടന്നിരിക്കുന്ന ആക്രമങ്ങളുടെ, വർഗീയ ആക്രമങ്ങൾ, ഭരണകൂട ഉപകരണങ്ങൾ ഉപയോഗിച്ച് പോലീസിനെ മറ്റും നടത്തിയിരിക്കുന്ന ഉപകരണം നോക്കുകയാണെങ്കിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ, ആവർത്തിച്ചിട്ടുള്ള ആക്രമണങ്ങൾ ഈ കോൺഗ്രസിൻ്റെ കേന്ദ്രഭരണകാലത്ത് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലൊട്ടും കുറവുണ്ടായിരുന്നില്ല അവർക്ക്. ജനക്കൂട്ടത്തെ ഇളക്കി വിട്ടുകൊണ്ടുള്ള, അവരുടെ തന്നെ സംഘശക്തികളെ ആശ്രയിച്ചു കൊണ്ടുള്ള സംഘപരിവാർ കാലഘട്ടത്തിൽ നടന്ന ഗുജറാത്ത് കൂട്ടക്കൊലയെ പോലെ ഒന്നും നടന്നില്ലെങ്കിലും
പട്ടാളത്തിനെയും പോലീസിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല കൂട്ടക്കൊലകളും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 49 ആദ്യത്തെ ചുവടുവെപ്പിക്കുന്നു. പിന്നീട് അതിനുശേഷം രാജീവ് ഗാന്ധി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ കയറി പൂജിക്കാനായിട്ട് ഹിന്ദുക്കളെ അനുവദിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് വീണ്ടും ഈ ബാബരി മസ്ജിദ് പ്രശ്നം സജീവമാകുന്നത്. അത് സജീവമാകുന്നതോടുകൂടി അടുത്ത പടിയായിട്ട് അത് തർക്കമായിട്ട് മാറുന്നു. അങ്ങനെ അങ്ങനെ പടിപടിയായിട്ട് പോയിട്ട് അത് പൊളിക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഭരണവർഗങ്ങളുടെ എല്ലാ വിഭാഗങ്ങളും അവരുടെ രാഷ്ട്രീയ വർണ്ണരാജിയിലെ സകല നിർഭേദങ്ങളുടെ പ്രതിനിധികളും ഈ നീക്കത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എത്രത്തോളം അക്രമാസക്തമാകണമാണ്, എങ്ങനെയൊക്കെയാണത് പ്രകടിപ്പിക്കേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നത്, ഇപ്പോഴുമുള്ളത്. സവർണ ചേരിക്കും അപ്പുറം ബ്രാഹ്മണ്യത്തിൻ്റെ സാമൂഹിക അടിത്തറ എത്രത്തോളം വിപുലീകരിക്കണം എന്നതും തർക്ക വിഷയമാണ്. അപ്പോൾ ഇത് 90-കൾ വരെയുള്ള കാലഘട്ടം, ഈ ബാബരി മസ്ജിദ് പൊളിക്കുന്നത് വരെയുള്ള കാലഘട്ടമൊക്കെ നോക്കുമ്പോൾ പിന്നീട് നമ്മൾ കാണാൻ കഴിയുന്നൊരു കാര്യം, ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഒക്കെ സാമ്രാജ്യത്വ ആധിപത്യത്തിന് കീഴിൽ വരുന്നു. അതിവിടുത്തെ ഭരണവർഗ്ഗങ്ങൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ ബാധ്യസ്ഥരാകുന്നു. അതിൻ്റെ നടപടികളിലേക്ക് നരസിംഹറാവു സർക്കാരിൻ്റെ കാലഘട്ടം മുതലിലേക്ക് ഓരോന്നോരോന്നായിട്ട് വരുന്നു. പക്ഷേ അവരുദ്ദേശിച്ച പോലെ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആഗ്രഹിച്ച അത്ര വേഗതയിലോ അത്ര വ്യാപകമായിട്ടോ നടപ്പാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ പ്രധാന കാരണം ശക്തമായ ചെറുത്തുനിൽപ്പും പോരാട്ടങ്ങളുമായിരുന്നു. അതിൽ മാവോയിസ്റ്റുകളുടെ നേതൃത്വം നടന്ന സായുധ സമരം നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. തർക്കമറ്റ കാര്യം, അവർ തന്നെ സമ്മതിക്കുന്നൊരു കാര്യമാണ്. ഒരു ഘട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണി അതാണ് എന്ന് ഒരു പ്രധാനമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്ന് നമുക്കറിയാമല്ലോ. അതുമാത്രമല്ല, വലിയ തോതിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു, ദേശീയ പോരാട്ടങ്ങൾ ശക്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവർക്കത് കഴിയുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ഒരു സഖ്യമായിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പല സംസ്ഥാനങ്ങളിലെയും പ്രബല വിഭാഗങ്ങളെല്ലാം കൂടി കൂടിച്ചേർന്നിട്ടുള്ളൊരു സഖ്യം തന്നെയായിരുന്നു അത്. ആ സഖ്യത്തിൽ നിന്ന് പലരും കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടും വിവിധ തരത്തിലുള്ള കൊഴിച്ച് ഉണ്ടാവുകയും പല പല സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല പാർട്ടികൾ രൂപം കൊള്ളുകയും ചെയ്തു. തെലുങ്കുദേശം പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, NCP, ഇതൊക്കെ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വന്നതോടുകൂടി പിന്നീട് ഈ പറയുന്ന പാർട്ടികളെല്ലാം കൂടി ചേർന്നിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസും ഇവരും എല്ലാം കൂടി ചേർന്നിട്ടോ ഉള്ള സർക്കാരുകളുടെ സഖ്യകക്ഷി സർക്കാരുകളുടെ ഒരു കാലഘട്ടമാണ് നമ്മൾ പിന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും അവരുദ്ദേശിച്ച പോലെ സാമ്രാജ്യത്വം ആഗ്രഹിച്ചതുപോലെയും അതേപോലെ തന്നെ ഇവിടുത്തെ ഭരണവർഗ്ഗങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടും അവരുദ്ദേശിച്ച രീതിയിൽ ഈ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിൻ്റെ നയങ്ങളെ വേണ്ടത്ര വേഗതയിലും സമഗ്രമായിട്ട് നടപ്പാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ, അതിൻ്റെ അക്രമാസക്തമായ പ്രത്യക്ഷ ബ്രാഹ്മണ്യത്തെ സ്ഥാപിച്ചുകൊണ്ട്, അതിൻ്റെ രാഷ്ട്രീയത്തെ സ്ഥാപിച്ചുകൊണ്ട് അത് സൃഷ്ടിച്ച രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു നീക്കം സാമ്രാജ്യത്വ ശക്തികളുടെയും ഭരണവർഗ്ഗങ്ങളുടെയും ഭാഗത്തുണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മോഡി സർക്കാർ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ട് വേണം നമ്മൾ ഇന്ന് നടക്കുന്ന സംഭവവികാസങ്ങളെ കാണാനായിട്ട്. അക്രമാസക്തമായ പ്രത്യക്ഷ ബ്രാഹ്മണ്യം ഒരു ഫാസിസമായി, സംഘപരിവാറിൻ്റെ വീക്ഷണങ്ങളിലും മറ്റൊക്കെ തന്നെ ഫാസിസം മുമ്പേ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഹിറ്റ്ലറും മുസോളിനിയൊക്കെ ആയിരുന്നു അവരുടെ ആരാധനാപാത്രങ്ങൾ, അവരുടെ സ്ഥാപക നേതാക്കന്മാരുടെ. അതിൻ്റെ മാതൃകയിലാണ് അവരുടെ സംഘടന കെട്ടിപ്പടുത്തത്, അതിൻ്റെ ചുവടൊപ്പിച്ചിട്ടാണ് അവരുടെ പരിശീലനം നടത്തിയിരുന്നത്. അപ്പോൾ ആ തീർത്തും വൈദേശികമായിട്ടുള്ള ഫാസിസത്തിനെ ശിരസാ വഹിച്ച ഈ സംഘടന അതിൻ്റെ ബ്രാഹ്മണ്യത്തെ, അക്രമാസക്തവും പ്രത്യക്ഷവുമായ ബ്രാഹ്മണ്യത്തെ ശരിക്കൊരു ഫാസിസത്തിൻ്റെ ആശയശാസ്ത്രമായി പ്രയോഗിക്കുന്നത്
രാജ്യവ്യാപകമായി അതിൻ്റെ അധികാര സ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രയോഗിക്കുന്നതിന് തുടക്കം കുറിക്കുന്നത് 2014 ശേഷമാണ്. വളരെ ബോധപൂർവം തന്നെ ഭരണകൂടത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളുടെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയും ഫാസിസവൽക്കരണത്തിനെ ത്വരിതപ്പെടുത്തുന്നൊരു നീക്കം അവിടെ മുതലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫാസിസവൽക്കരണത്തെക്കുറിച്ച് CPM പോലുള്ള തിരുത്തൽവാദ പാർട്ടികൾ പറയാറുണ്ട്, അവരുടെ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, എതിർക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ അയോധ്യയിൽ നടന്ന അക്രമത്തെ അതുമായി അവർ ബന്ധിപ്പിച്ച് പരിശോധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ വരുമ്പോൾ അവർക്ക് വർഗീയതയെക്കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രാഹ്മണ്യത്തിൻ്റെ അക്രമാസക്തമായ പ്രത്യക്ഷഭാവത്തിൽ വർഗീയതയുണ്ട്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. പക്ഷേ ആ ഫാസിസത്തെ വർഗീയതയിലേക്ക് ചുരുക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായിരിക്കും. കാരണം ഇതൊരു ഭരണവർഗങ്ങളുടെ പ്രശ്നമാണത്. അവരുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക താല്പര്യങ്ങൾ, അതിലെ ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ കാത്തുരക്ഷിക്കാനായിട്ടുള്ള ഒരു ദൗത്യമാണത് നിർവഹിക്കുന്നത്. അതാണ് അതിൻ്റെ വർഗ അന്തസത്ത. അപ്പോൾ ആ ഫാസിസം എന്നുള്ള വശത്തിനെ ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ, പ്രത്യക്ഷത്തിൽ മതപരമായിട്ട് ബന്ധപ്പെട്ടതെന്ന് തോന്നുന്ന പ്രവർത്തനങ്ങളെ വെറും വർഗീയതയായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ വിഷയത്തിനെ അവിടെ യഥാർത്ഥത്തിൽ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ അത്ഭുതമില്ല. കാരണം തിരുത്തൽവാദം എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ ഉള്ളിലേക്ക്, തൊഴിലാളി വർഗ പക്ഷത്തിലേക്ക് ഭൂഷണ ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ്. അതാണ് തിരുത്തൽവാദം പ്രതികരിക്കുന്നത്. അതെപ്പോഴും ഭരണവർഗങ്ങളുടെ താല്പര്യങ്ങളെയാണ് കാത്തുരക്ഷിക്കുക. അപ്പോൾ ഭരണവർഗങ്ങൾ ഒന്നാകെ ഇങ്ങനൊരു നിലപാടിലേക്ക് എത്തിച്ചേരുമ്പോൾ നേരത്തെ പറഞ്ഞവർ അതിൻ്റെ ഭാഗമായിട്ട് തിരുത്തൽവാദ പാർട്ടികൾ, പ്രമുഖ തിരുത്തൽവാദ പാർട്ടികളായിട്ടുള്ള CPMഉം CPIയും അതേ ചുവട്ടിലേക്ക് മാറി. ഇവിടെ ആട്ടെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇന്ന് ഭരണവർഗങ്ങളുടെ വിവിധ ഉപകരണങ്ങളും ഭരണകൂട ഉപകരണങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ബോധപൂർവം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരോധം നമ്മളുടെ ഇവിടെയുള്ള പിണറായി സർക്കാർ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണല്ലോ. ഇവിടെ കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പോലീസ് ഉടനെ തെരഞ്ഞു പോയത് ചില മുസ്ലിം ചെറുപ്പക്കാരാണ്. പണ്ടെങ്ങാണ്ട് ഒരു കേസിൽ അവർ പ്രതികളായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ കേസിൽ നിന്ന് അവരെ വെറുതെ വിട്ടതാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ഉടനെ തെരഞ്ഞു പോണത് അവിടെയാണ്. എന്തുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ ആൾക്കാരെ തിരഞ്ഞവർ പോകാതിരുന്നത്? ഇപ്പോൾ ബോംബ് വയ്ക്കുന്ന പരിപാടിയാണെങ്കിൽ അവരും ചെയ്തിട്ടുണ്ടല്ലോ, അക്രമങ്ങൾക്കൊരു കുറവ് അവരും വരുത്തിയിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ടും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ അവരായിരിക്കണം എന്ന ആ മുൻധാരണ എവിടെ നിന്ന് വന്നു? അവിടെയാണ് കൃത്യമായിട്ടും ആ ഭരണകൂട ഉപകരണങ്ങളുടെ മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇവിടെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത് തുറന്നു കാട്ടിയ ഒരു ലേഖകനെ, റിജാസിനെ അതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ് വടകര പോലീസ്. അത് ഈ പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസാണ്. അതൊരു പോലീസുകാരൻ്റെ ദുർബുദ്ധിയിൽ നടന്നൊരു കാര്യമാണെന്ന് നമ്മൾ ധരിക്കുക. അങ്ങനെയാണെങ്കിൽ CPMനും അല്ലെങ്കിൽ പിണറായി സർക്കാരിനും ഇടപെട്ടിട്ട് അത് തിരുത്താൻ പാടില്ലേ? അപ്പോൾ വളരെ വ്യക്തമായിട്ടും ഒരു പൊതുനയമാണത്. ആ പൊതുനയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന, പലപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യമാണ്, സംഘപരിവാർ ശക്തികൾ കടുത്ത വർഗീയ വിദ്വേഷം പ്രസംഗിക്കുമ്പോഴും അതിനെതിരെ അടിയന്തരമായിട്ട് നടപടിയൊന്നും എടുക്കാതെ ഔപചാരികമായിട്ട് എപ്പോഴെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിടുക അല്ലാതെ മറ്റൊന്നിനും പോകാതിരിക്കുന്നവർ, ഭരണകൂടം, പിണറായിയുടെ പോലീസ്, ഇപ്പുറത്ത് ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ, മുസ്ലിം പക്ഷത്തുനിന്നോ മറ്റോ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ചാടി വീണ് ഉടനെ നടപടിയാണ്. അപ്പോൾ ഇതാണ് കാരണം. ആ തിരുത്തൽവാദം എന്ന് പറയുന്നത് ഭരണവർഗത്തിൻ്റെ പക്ഷത്തു നിന്ന് വരുന്നൊരു കാര്യം തന്നെയാണ്. അത് തൊഴിലാളി വർഗ മുഖംമൂടി ഉണ്ടെങ്കിലും അതിൻ്റെ അന്തസത്ത ആ വർഗ താല്പര്യമാണ്, ചൂഷക വർഗ താല്പര്യം തന്നെയാണ്. ബാബരി പള്ളി പൊളിക്കുന്നതിന് മുമ്പ് തന്നെ
ഈ വിഷയമുണ്ടായ ആ കാലഘട്ടത്തിൽ തന്നെ, ഇതൊരു സജീവ ചർച്ചാ വിഷയമായിരുന്ന കാലഘട്ടത്തിൽ തന്നെ, അതൊരു മുസ്ലിം പള്ളിയാണ്, ആ പള്ളി മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് പൂർണ്ണമായിട്ട് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള നിലപാട് ഖണ്ഡിതമായി എടുത്തത് മാവോയിസ്റ്റ് രാഷ്ട്രീയ ശക്തികൾ മാത്രമാണ്. പല പാർട്ടികളൊക്കെ ആയിട്ടാണ് അവർ നിന്നിരുന്നതെങ്കിലും ആ മാവോയിസ്റ്റ് നിലപാടിൽ നിൽക്കുന്ന പാർട്ടികൾ മാത്രമാണ് അങ്ങനൊരു നിലപാട് എടുത്തിരുന്നത്. ആ പള്ളി പൊളിച്ചതിന് ശേഷവും ആ നിലപാട് തന്നെയാണ് അവർ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പള്ളി പുനഃസ്ഥാപിക്കണം എന്നുള്ള നിലപാട് അവർ മുന്നോട്ട് വെച്ചത്. ഇന്നും അത് തന്നെയാണ് ശരിയായ നിലപാട്. ഇന്നത്തെ സാഹചര്യത്തിൽ പള്ളി പുനഃസ്ഥാപിക്കാനായിട്ടുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് അത്തരമൊരു നിലപാട് ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. അത് ശരിയല്ല. കാരണം അതൊരു ആശയശാസ്ത്ര രാഷ്ട്രീയ നിലപാടാണ്. ഈ വിഷയത്തിൽ ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിൽ നിന്ന് ഭരണവർഗങ്ങളുടെ മറ്റെല്ലാ നിലപാടുകളിൽ നിന്നും കൃത്യമായി വേർതിരിയണമെങ്കിൽ ഈ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അയോധ്യയിൽ സവർണ ഫാസിസത്തിൻ്റെ കോട്ട സ്ഥാപിക്കുകയും അതിൽ ബ്രാഹ്മണ്യത്തിൻ്റെ അക്രമാസക്തമായ ബ്രാഹ്മണ്യത്തിൻ്റെ സ്തംഭം സ്ഥാപിക്കുകയും ചെയ്തതിന് ശേഷം അത് ചെയ്തതോടെ ആ മേഖല ഒന്നാകെ വലിയൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ പ്രഭാഷണത്തിൽ അമിതാഭ് ബച്ചൻ അവിടെ കുറേ ഏക്കർ ഭൂമി വാങ്ങിച്ച കാര്യമൊക്കെ ഞാൻ പറയുകയുണ്ടായല്ലോ. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇപ്പോൾ പത്രങ്ങൾ വരുന്നുണ്ട്. വമ്പൻ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുന്നതിനെക്കുറിച്ച്, അവിടെയുള്ള ആശ്രമങ്ങളെ നിയന്ത്രിക്കുന്ന മഹന്തുകൾ കോടിപതികളായി മാറുന്ന പ്രക്രിയയെക്കുറിച്ച്, 7 നക്ഷത്ര ഹോട്ടലും 10 നക്ഷത്ര ഹോട്ടലൊക്കെ പൊന്തി വരുന്നതിനെക്കുറിച്ച്, അങ്ങനെ വലിയൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് അത് മാറുകയാണ്. പക്ഷേ ഈ മുഴുവൻ കാര്യവും, അതായത് അവിടെ പള്ളി പൊളിച്ച് അമ്പലം പണിത് ഈ പറയുന്ന അക്രമാസക്തമായ ബ്രാഹ്മണ്യത്തിൻ്റെ സ്തംഭം സ്ഥാപിച്ചത് മുഴുവനും തന്നെ വിപണിയുടെ മൂലധന ടൂറിസ്റ്റ് വൽക്കരണവും അതിനുവേണ്ടിയുള്ള ഭൂമി കൈമാറ്റവുമാണ് പ്രധാനമായി ലക്ഷ്യം വെച്ചത് എന്ന് കരുതുന്നത് തെറ്റാണ്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അതല്ല അതിൻ്റെ പിന്നിലുള്ള മുഖ്യമായ താല്പര്യം. സാമ്രാജ്യത്വത്തിൻ്റെയും ഇന്ത്യൻ ഭരണവർഗങ്ങളുടെയും ഒട്ടുമൊത്തത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ അത് നിറവേറ്റുന്നതിന് വേണ്ടി അവർ ശക്തമായി ഉത്തേജിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ് അതിൻ്റെ മർമ്മം. അത്തരമൊരു ആശയശാസ്ത്ര കടമയാണ് അത് പ്രധാനമായിട്ട് നിർവഹിക്കുന്നത്. ഉദ്യോഗസ്ഥ മേധാവിത്വ ഭൂഷ്വാസിയുടെ, ഇന്ത്യയുടെ വൻകിട ഭൂഷ്വാസിയായിട്ടുള്ള ദല്ലാൾ ഉദ്യോഗസ്ഥ മേധാവിത്വ ഭൂഷ്വാസിയുടെ ആശയശാസ്ത്ര ചട്ടക്കൂടിൽ ബ്രാഹ്മണ്യം എക്കാലവും ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് അതിനെ കോർപ്പറേറ്റ് ബ്രാഹ്മണ്യം എന്നൊക്കെ ഒന്ന് വിശേഷിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. പുതുതായിട്ട് ഒരർത്ഥവും അത് നൽകുന്നില്ല. കാരണം ഈ വർഗത്തിൻ്റെ ദല്ലാൾ ഉദ്യോഗസ്ഥ മേധാവിത്വ ഭൂഷ്വാസിയുടെ ആരംഭം മുതൽ തന്നെ അത് ബ്രാഹ്മണ്യത്തിനെ സ്വാംശീകരിക്കുകയും അതിൽ പങ്കാളിയാവുകയും ചെയ്തതാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ബ്രാഹ്മണ്യത്തിൻ്റെ ഇത്തരം നിലപാടുകളെ പ്രചരിപ്പിക്കാനായിട്ടും സാമാന്യവൽക്കരിക്കാനായിട്ടും അതിന് ഏകദാനമായൊരു സ്വഭാവം നൽകിക്കൊണ്ട് കൂടുതൽ സ്വീകാര്യമാക്കാനായിട്ട് പണിപ്പെട്ടത് മാർവാടി പണത്തിൻ്റെ പിൻബലത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗീതാ പ്രസ്സായിരുന്നു. ഗോരഖ്പൂരിൽ, UP ഗോരഖ്പൂരിലെ ഗീതാ പ്രസ്. അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ തന്നെ കാര്യമായിട്ട് പണം മുടക്കിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ വൻകിട ദല്ലാൾ ഭൂഷ്വാസിയായിരുന്നു. അപ്പോൾ ഇത് എക്കാലവും അതിലുണ്ടായിരുന്നത്, ഒരിക്കലും അതിൽ നിന്ന് വേറിട്ട ഒരു നിലനിൽപ്പ് അതിനുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോർപ്പറേറ്റ് ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് പറയുന്നത്. കാരണം ഉദ്യോഗസ്ഥ മേധാവിത്വ മുതലാളിത്തത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഒരേ സമയം സാമ്രാജ്യത്വത്തിനെയും നാടുവാഴിത്തത്തെയും സേവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു വശത്ത് ആധുനികതയുടെ ചില ഭാവങ്ങൾ സ്വീകരിക്കുന്നു, മറുവശത്ത് നാടുവാഴിത്ത മൂല്യങ്ങളെയും അതേപടി തന്നെ കെട്ടിപ്പണിഞ്ഞ് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ
നമ്മളുടെ ബ്രിട്ടീഷ് വിരുദ്ധ സമര കാലഘട്ടത്തിൽ, പോരാട്ട കാലഘട്ടത്തിൽ കോൺഗ്രസ് രൂപം കൊടുത്ത ആവിഷ്കരിച്ചെടുത്ത അധിനായകത്വ സങ്കല്പത്തിൻ്റെ സ്വഭാവം ഒന്ന് പരിശോധിച്ച് നോക്കുക. അതിപുരാതന കാലം മുതൽ നിലനിന്നിരുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പനവും അതിൻ്റെ കൽപ്പിതമായ ലോക പദവിയും മഹത്വവും വീണ്ടെടുക്കേണ്ട കടമയും, ഇതെല്ലാം കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിലൂടെ സാധ്യമാക്കേണ്ട കാര്യങ്ങളാണ് എന്ന ധാരണയും ഉൾച്ചേർന്ന ഒന്നായിരുന്നു കൊളോണിയൽ കാലത്ത് ഗാന്ധിയും മറ്റും രൂപം കൊടുത്ത പൊതുബോധം. ഇങ്ങനെ അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യവാദപരമായ ഒരു അധിനായകത്വ ധാരണയ്ക്കുള്ളിൽ ദേശീയവാദം, സാമ്പത്തിക വികസനം പോലുള്ള ആധുനിക ഭൂഷാ ചിന്തയുടെ അംശങ്ങൾ കൂടി ഉൾച്ചേർത്തിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്കിപ്പോൾ ഇന്ന് വരെ എത്തി നിൽക്കുന്നൊരവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, മോഡിയുടെ വിശ്വഗുരു അവകാശവാദം പണ്ടൊരു കാലത്ത് അങ്ങനെ ലോകതലത്തിലൊരു സ്ഥാനം ഇന്ത്യക്കുണ്ടായിരുന്നു, ഇന്ന് മോഡി ഭരണത്തിലൂടെ നമ്മൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അവകാശവാദം നോക്കുക. ഒരു തുടർച്ച നമുക്കവിടെ കാണാൻ കഴിയും. കോൺഗ്രസ് കാലത്ത് രൂപം കൊടുത്ത അധിനായകത്വത്തിൽ നിന്ന് ഇന്നത്തേക്കുള്ള ഒരു തുടർച്ച നമുക്കവിടെ കാണാൻ കഴിയും. ഒരു വശത്ത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ശേഷി എടുത്തു കാട്ടുന്ന ചന്ദ്രയാൻ പോലുള്ള മുന്നേറ്റങ്ങളും, മറുവശത്ത് ഗണപതിയെ പ്ലാസ്റ്റിക് സർജറിയുടെ ആദ്യ മാതൃകയായി കൊട്ടിഘോഷിക്കുന്ന അസംബന്ധവും ഒത്തുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ അർദ്ധനാടുവാഴുത്ത അർദ്ധ കൊളോണിയൽ അവസ്ഥയുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇതെല്ലാം ഇപ്പോഴും ശരിയായി വിലയിരുത്താൻ കഴിയുള്ളൂ. ശരിയാണ്, ഇന്ന് സാമ്രാജ്യത്വം കൊളോണിയൽ രീതിയിലുള്ള ആധിപത്യമല്ല നടത്തുന്നത്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന രീതിയിലുള്ള നേരിട്ടുള്ള ചൂഷണവുമല്ല. ആധിപത്യം പരോക്ഷമാണ്, പലപ്പോഴും അതിൻ്റെ ചൂഷണവും പരോക്ഷവുമാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെ വിജയഗാഥയായിട്ട് കൊട്ടിഘോഷിക്കുന്ന റിലയൻസിൻ്റെ അവസ്ഥ നോക്കുക. ചുരുങ്ങിയ സമയം കൊണ്ട് റിലയൻസ് പൊന്തി വന്നതും അത് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തതും, വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്തതും, പിന്നെ ഇപ്പോഴാകട്ടെ അതിൻ്റെ ഈ ടെലിഫോൺ മേഖലയിലും മറ്റേ വാർത്താവിനിമയ മേഖലയിലുള്ള അതിൻ്റെ ആധിപത്യമൊക്കെ നമുക്ക് അവതരിപ്പിക്കപ്പെടുന്നത് എന്തോ അംബാനിയുടെയൊക്കെ, മുകേഷ് അംബാനിയുടെയും അതിനു മുമ്പുള്ള അംബാനിയുടെയൊക്കെ തന്നെ, അയാളുടെ അച്ഛൻ്റെയൊക്കെ തന്നെ ശ്രമഫലമായിട്ട് നേടിയെടുത്ത വലിയൊരു കാര്യമായിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വിദേശ സാങ്കേതിക വിദ്യയും വിദേശ മൂലധനവും ആണ് അതിൻ്റെ നട്ടെല്ല് എന്നുള്ളതാണ് സത്യം. അതില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഇതേ മാറി തന്നെയാണ് അദാനിയുടെയും കഥ. ഇത് മുമ്പ് ടാറ്റ, ബിർള പോലുള്ള പ്രമുഖന്മാരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പരോക്ഷമായിട്ടുള്ള നിയോ കൊളോണിയൽ രീതിയിലുള്ള ചൂഷണത്തിൻ്റെ ഒരു മാതൃക തന്നെയാണത്. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന റിലയൻസിനെയും അംബാനിയാണ്, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെയാണ്. യഥാർത്ഥത്തിലാകട്ടെ അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുന്നത്, അത് നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന വിദേശ സാമ്രാജ്യത്വ ശക്തികളും കുത്തകകളുമാണ്. അപ്പോൾ ഇതൊക്കെ ശരി തന്നെയാണ്. ഈ പുത്തൻ കൊളോണിയൽ ചൂഷണവും കുത്തുകൊള്ളും ആധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ഘടനയുടെ അർദ്ധനാടുവാഴ്ത്ത അർദ്ധ കൊളോണിയൽ സ്വഭാവം ഇല്ലാതാകുന്നില്ല. അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥ മേധാവിത്വ മുതലാളിത്തത്തിന് നിലനിൽക്കാൻ കഴിയുന്നത്, വളരാൻ കഴിയുന്നത്. അതിൻ്റെ പ്രത്യക്ഷ ഭാവങ്ങൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രവികാസവും ഇപ്പുറത്തുള്ള അസംബന്ധവും. അക്രമാസക്തമായ ഏതൊരു ഫാസിസവും സ്വയം സർവശക്തമാണെന്ന് എപ്പോഴും പ്രദർശിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ചൂഷിതരും ചൂഷകരും തമ്മിലുള്ള വൈരുദ്ധ്യത്തിനെ തീക്ഷ്ണമാക്കലാണ് എപ്പോഴും അതിൻ്റെ ഫലം. മാത്രമല്ല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഫാസിസം എന്നും അത് ഭരിച്ചിരിക്കുന്ന ഭരണവർഗത്തിൻ്റെ വലിയ തിരിച്ചടികളിലേക്ക്, നാശങ്ങളിലേക്കാണ് വഴിവെച്ചത് നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ കുറച്ച് കാലം അതിൻ്റെ സ്വേച്ഛാധിപത്യം അതിനെ നിലനിർത്താൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷെ ആത്യന്തികമായിട്ട് അത് തകരുന്ന വലിയൊരു ജനകീയ മുന്നേറ്റത്തിലേക്ക് ആണത് വഴിവെക്കുക. ഫാസിസവും സ്വേച്ഛാധിപത്യവും നടപ്പാക്കിയ ഏത് രാജ്യത്തും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു വശത്ത് അങ്ങേയറ്റം മെയ്വഴക്കത്തോട് എതിർത്ത് വരുന്ന ശക്തികളെ സ്വാംശീകരിക്കാനുള്ള ശേഷി ബ്രാഹ്മണ്യത്തിനുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായി അത് അങ്ങേയറ്റം വിഭജനാത്മകമാണ്. അയോധ്യയിലെ പ്രതിഷ്ഠയിലും നമ്മളതാണ് കണ്ടത്.
കാരണം മുഴുവൻ ഹിന്ദുക്കളുടെ അഭിമാനമായിട്ട് കൊട്ടിഘോഷിക്കേണ്ട ഒരു സംഭവം നടക്കുമ്പോൾ ശങ്കരാചാര്യന്മാർ അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഹിന്ദുക്കളുടെ മതപണ്ഡിതന്മാർ പൗരോഹിത്യ ആധിപത്യമുള്ള പൗരോഹിത്യ അങ്ങനെ സ്ഥാനമുള്ള ആരും തന്നെ ഹിന്ദു ഇതിലില്ല. ക്രിസ്തു മതത്തിലൊക്കെ ഉള്ളതുപോലെ വത്തിക്കാൻ്റെ ഒക്കെ ഉള്ള പോലെ സ്ഥാനമൊന്നുമില്ല. പക്ഷെ എന്നാലും ശങ്കരാചാര്യന്മാർ പൊതുവിൽ ഹിന്ദുക്കളുടെ സർവ്വതോന്മുഖമായ പ്രാധാന്യമുള്ള ശ്രേഷ്ഠരായിട്ടുള്ള മത അധികാരികളായിട്ട്, പണ്ഡിതന്മാരായിട്ട്, പൗരോഹിത്യ അധികാരികളായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നവരാണ്. അപ്പോൾ അവർ പരസ്യമായിട്ട് വിമർശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അത് കൃത്യമായിട്ടും ഈ പറയുന്ന പിന്നാക്കക്കാരനായിട്ടുള്ള ഒരാൾ പോയിട്ട് അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നതിനോടുള്ള എതിർപ്പ് തന്നെയായിരുന്നു യഥാർത്ഥ പ്രശ്നം. പറഞ്ഞത് പറ്റൊക്കെയാണെങ്കിലും ഇനി ഈ ശങ്കരാചാര്യന്മാരുടെ ഇത്തരത്തിലുള്ള വിമർശനത്തിനോട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വക്താവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? വിശ്വ ഹിന്ദു പരിഷത്താണെന്ന് ഓർക്കണം. അതായത് മുഴുവൻ വിശ്വത്തിലെയുള്ള ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായിട്ട് അവകാശപ്പെടുന്നവർ. ആ വക്താവ് പറഞ്ഞത് ഇതൊരു വൈഷ്ണവ സംഭവമാണ്, ശിവഭക്തരായിട്ട് ശങ്കരാചാര്യന്മാർക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യം എന്താണുള്ളത് എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ വിശ്വ ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടുള്ള ആൾ ഉടനെ ചാടുന്നത് എങ്ങോട്ടാണ്? വൈഷ്ണവ ശൈവ വിഭജനത്തിലേക്കാണ്. ഇതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ വിഭജനാത്മകമായ സ്വഭാവം. അത് അനിവാര്യമാണ്. അത് എത്രത്തോളം അക്രമാസക്തമാകുന്നു അത്രത്തോളം അതിൻ്റെ വിഭജനാത്മകത കൂടുതൽ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ വക്താവിൻ്റെ പ്രതികരണത്തിന് മറ്റൊരു വശവും കൂടിയുണ്ട്. കുറച്ച് കാലമായിട്ട് സംഘപരിവാർ ശക്തികൾ വളരെ ബോധപൂർവം തന്നെ ഒരു വടക്കേ ഇന്ത്യൻ വൈഷ്ണവ വിശ്വാസത്തെ ഹിന്ദു മതത്തിൻ്റെ ആധികാരിക രൂപവും രീതിയുമായി സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ വാക്കുകളിൽ തികട്ടി വന്നത് അതുതന്നെയാണ്. പണ്ട് നാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിനെ എതിർക്കാൻ വന്നത് നമ്പൂതിരിമാരായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഇന്ന് പിന്നാക്കക്കാരനായ മോദി പ്രതിഷ്ഠ നടത്തുമ്പോൾ ഇങ്ങനെ ശങ്കരാചാര്യന്മാർ, ബ്രാഹ്മണരായിട്ടുള്ള ശങ്കരാചാര്യന്മാർ അതിനെ വിമർശിച്ചെങ്കിലും മറ്റ് കുറേ ബ്രാഹ്മണ പൂജാരികൾ അവിടെ അണിനിരുന്നിരുന്നു, അതിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരുന്നു. അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ സ്വാംശീകരണ ശേഷിയും അത് സൃഷ്ടിക്കുന്ന വിഭജനാത്മകമായ അവസ്ഥയും ഇത് രണ്ടുമാണ് നമ്മൾക്കതിൽ കാണാൻ കഴിയുക. അല്ലാതെ ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റം വന്നതിൻ്റെ വിഷയമല്ലാതെ. അപ്പോൾ ഈ തരത്തിലുള്ള അതിൻ്റെ വിഭജനാത്മകത കൊണ്ട് അത് സ്വയം സൃഷ്ടിക്കുന്ന എതിർപ്പുകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇന്ന് ബ്രാഹ്മണ്യത്തിൻ്റെ പ്രത്യക്ഷഭാവത്തെ പിന്തുണയ്ക്കുകയും ഔപചാരികമേ അല്ലെങ്കിലും ഫലത്തിൽ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാജ്യമാക്കുന്നതിനോട് യോജിക്കുകയും എന്നാൽ അക്രമാസക്തമായി അത് നടപ്പാക്കിയെടുക്കുന്നതിന് ആശങ്കയോടെ വീക്ഷിക്കുകയും ചെയ്യുന്നൊരു വിഭാഗം ഭരണവർഗങ്ങൾക്കിടയിലുണ്ട്. ഭരണകൂടത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ആൾക്കാർ, ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെയും പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും നീതിന്യായത്തിൻ്റെയൊക്കെ തന്നെ തലപ്പത്തിലുണ്ടായിരുന്ന ആൾക്കാർ ഇത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആശങ്കകളെ വ്യക്തമാക്കിക്കൊണ്ട് കത്തുകൾ തയ്യാറാക്കി രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട്. ഈ അക്രമാസക്തമായ ബ്രാഹ്മണ്യം അധികകാലം തുടരാൻ കഴിയില്ല, അത് തുടർന്നാൽ അപകടം ചെയ്യുമെന്നാണ് അവർ കരുതുന്നത്. കാരണം ആഭ്യന്തരമായിട്ടുള്ള പലതരത്തിലുള്ള വിള്ളലുകൾക്ക് അത് വഴിവെക്കുന്നുണ്ട്. ഇത് ശത്രു രാജ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ചൈനയും പാകിസ്ഥാനുമാണ്. ചൈനീസ് സാമ്രാജ്യത്വം ഇന്ന് ദക്ഷിണേഷ്യയിൽ മുഴുവനും തന്നെ അതിൻ്റെ ആധിപത്യം പടിപടിയായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള ഇന്ത്യയോടുള്ള പണ്ടേയുള്ള വൈരുദ്ധ്യം അത് സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം ഇന്ത്യ, പ്രത്യേകിച്ചും ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ വ്യാപനവാദം ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിന്
ഒരു ബദലായിട്ട് ഇപ്പുറത്തൊരു ശക്തി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് അടുക്കുക എന്ന് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത് ഒരു വശത്ത്. അതോടൊപ്പം ഇന്ന് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണമുള്ള രാഷ്ട്രീയ ശക്തി സംഘപരിവാറിൻ്റെ മോദി സർക്കാർ അത് പ്രോത്സാഹിപ്പിക്കുന്ന അക്രമാസക്തമായ ബ്രാഹ്മണ്യം, പ്രത്യക്ഷത്തിലുള്ള ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസം, മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷത്തിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അയൽ രാജ്യങ്ങൾ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ അയൽ രാജ്യങ്ങളിൽ പ്രധാനമായിട്ട് മുസ്ലിം രാജ്യങ്ങളാണ്. ഹിന്ദു രാജ്യം എന്ന് പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം എന്ന് പറയാൻ കഴിയുന്നത് നേപ്പാൾ മാത്രമാണ്. ശ്രീലങ്കയും അങ്ങനെയല്ല അവസ്ഥ. അതൊരു സിൻഹള ബൗദ്ധ ആണ് ഭൂരിപക്ഷം. അവർക്ക് ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിനോടുള്ള വൈരുദ്ധ്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതും ഇന്ന് ചൈനീസ് സാമ്രാജ്യത്വം സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതാണ് നമ്മൾ മാലിദ്വീപിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്താനായിട്ടുള്ള കളമൊരുക്കി കൊടുക്കുകയാണ് ഇവരുടെ ഈ അക്രമാസക്തമായ ബ്രാഹ്മണ്യം. അതുകൊണ്ട് ഇതിങ്ങനെ തുടരുന്നത് നല്ലതല്ല, അപകടമാണ്. ഭരണവർഗത്തിൻ്റെ ആകമൊത്തത്തിലുള്ള താല്പര്യത്തിന് തന്നെ അത് അപകടമാണ് എന്നുള്ള നിലപാടിൽ നിന്നിട്ടാണ് ഭരണവർഗത്തിലൊരു വിഭാഗം ഈ രീതിയിൽ അതിനെ വിമർശിക്കാനും എതിർക്കാനും രാഷ്ട്രപതിക്ക് കത്തയക്കാനൊക്കെ ആയിട്ട് ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം. അത് മാത്രമല്ല, സംഘപരിവാറിൻ്റെ അകത്ത് ഹിന്ദുത്വ ശക്തികൾക്കുള്ളിൽ തന്നെ ചില ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം സംഘപരിവാർ RSS എന്ന് പറയുന്നൊരു ഫാസിസ്റ്റ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കേന്ദ്ര നേതൃത്വം, അതിനോടുള്ള വിധേയത്വം, ഇതാണ് കേന്ദ്രമായിട്ടുള്ള പരമപ്രധാനം. ഇന്നിപ്പോൾ അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്നൊരവസ്ഥയിലേക്കാണ് മോഡിയും മോഡിയുടെ വലങ്കൈയായിട്ടുള്ള ഷായും എത്തിയിരിക്കുന്നത്. അപ്പോൾ പേരിന് അവരുടെ ചടങ്ങുകളൊക്കെ തന്നെ മോഹൻ ഭഗവത്തിനെ കൂട്ടിപ്പിടിച്ചിരുത്തുന്നുണ്ടെങ്കിലും കാര്യങ്ങളിപ്പോൾ തീരുമാനിക്കുന്നത് അവരല്ല, നേരെ മറിച്ച് ഇവരാണ്. മാത്രമല്ല അതിൻ്റെ ഒരു ദേശീയ പക്ഷപാതിത്വവും വളരെ പ്രകടമായിട്ട് കാണുന്നുണ്ട്. കാരണം അവരുടെ ഭരണകാലത്ത് 2014 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിലെ വൻകിട ഭൂഷ്വാസിക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാം അങ്ങോട്ട് തിരിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു നയമാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അസ്വസ്ഥതയും സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയിലെ ചിത്പവൻ ബ്രാഹ്മൺ അടിസ്ഥാനമുള്ള അടിത്തറയുള്ള RSS നേതൃത്വത്തിന് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ രീതികളിൽ ആന്തരികമായിട്ടും ഭരണവർഗങ്ങൾക്കിടയിൽ നിന്നുള്ള എതിർപ്പുകളും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടാതെ ഉള്ളതാണ് ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, മർദ്ദിത ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ്. അത് അതിശക്തമാണ്. CAA ഉടനടി നടപ്പാക്കുമെന്ന് വാശിയോടുകൂടി വന്നപ്പോൾ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നതും അവർക്ക് തൽക്കാലം പിൻവാങ്ങേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ്. അത് പൂർണ്ണമായിട്ട് അവർ കൈയൊഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർ വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് നമ്മൾ കണ്ടത് കർഷക പ്രക്ഷോഭത്തിലാണ്. അതവർ ശരിക്കും മുട്ടുമടക്കി, മോഡി സർക്കാർ മുട്ടുമടക്കി അവസാനം പിൻവാങ്ങേണ്ടി വന്നു. അവരന്ന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലെങ്കിലും ആ നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. അത് സാമ്രാജ്യത്വത്തിൻ്റെയും അതുപോലെ തന്നെ അദാനി പോലെയുള്ള വൻകിട ഭൂഷ്വാസിയുടെ താല്പര്യങ്ങളും വലിയ അടി തന്നെയായിരുന്നു. ഇനി മൂന്നാമത് നിൽക്കുന്നത് ഇന്ത്യയുടെ മധ്യഭാഗത്തും അതുപോലെ വടക്കുകിഴക്കൻ പ്രദേശത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ സായുധ പോരാട്ടങ്ങളാണ്. ആകാവുന്ന എല്ലാ ശക്തിയും ഉപയോഗിച്ച് വിമാനം വഴിയുള്ള, ഡ്രോൺ വഴിയുള്ള ബോംബാക്രമണം വരെ ആവർത്തിച്ച് ചെയ്തിട്ടും ഈ ശക്തികളെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ ബഹുജനങ്ങളെ പ്രചോദിപ്പിക്കാനായിട്ടും അവരുടെ തന്നെ ബഹുജന ചെറുത്തുനിൽപ്പുകളെ ശക്തിപ്പെടുത്താനുമായിട്ട് അത് വഴിവെച്ചിട്ടുമുണ്ട്. ഛത്തീസ്ഗഡിലെ സിൽച്ചറിൽ ഒരു വർഷത്തിലേറെയായിട്ട് നീണ്ടു നിൽക്കുന്ന ബഹുജന പ്രക്ഷോഭം ഒരു ഉദാഹരണമാണ്. ആത്യന്തികമായിട്ട് ഇങ്ങനെയുള്ള ബഹുജനങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ള, ജനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറുത്തുനിൽപ്പും പോരാട്ടവുമാണ് ഈ ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ പോകുന്നത്. അത് ബാബരി മസ്ജിദിൻ്റെ കാര്യമായാലും കൊള്ളാം, ഗ്യാൻവാബിയുടെ കാര്യമായാലും കൊള്ളാം,
അല്ലെങ്കിൽ ഇവിടെയുള്ള ആദിവാസികളും ദളിതരും അനുഭവിക്കുന്ന അക്രമങ്ങളുടെ കാര്യമായാലും കൊള്ളാം, ദരിദ്ര ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ കാര്യമായാലും ശരി, എല്ലാത്തിനും ആത്യന്തികമായിട്ടുള്ള പരിഹാരം അവിടെ തന്നെ ആയിരിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇനി അടുത്തതായിട്ട് ചെറുതായിട്ടൊന്ന് സംസാരിക്കേണ്ട ഒരു കാര്യം പുതിയ ബഡ്ജറ്റിൻ്റെ വിഷയമാണ്. അതിപ്പോഴാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വിശകലനങ്ങളും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ നികുതി വരുമാനം വർദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൊട്ടിഘോഷിക്കലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും വരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം കടമാണ്. 28%. 2016-17 ഇത് 21%. അതിന് മുമ്പുള്ള കാലം നോക്കിയാൽ അതിലും കുറവായിരുന്നു. അപ്പം പടിപടിയായിട്ട് വർഷം തോറും കേന്ദ്ര സർക്കാരിൻ്റെ കട ബാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഒഴിവാക്കാൻ അതിന് കഴിയുന്നില്ല. വലിയ വിദേശ നാണ്യ ശേഖരമുണ്ട്, ആഭ്യന്തര ഉൽപ്പാദനം കുതിച്ചു കയറിയിരിക്കുന്നു, കയറ്റുമതി വർദ്ധിച്ചിരിക്കുന്നു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവകാശവാദങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരു മിച്ചത്തിലേക്ക് നീങ്ങാൻ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ചെലവിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കടം വാങ്ങിയതിനുള്ള പലിശയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇനം. അത് കഴിഞ്ഞിട്ടേ പ്രതിരോധവും മറ്റും മറിച്ചും എല്ലാം തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കടം വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് മൂലധന മുടക്കിന് വേണ്ടി വാങ്ങിച്ച കടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൽപ്പാദനക്ഷമമായിട്ടുള്ള ഫലം അതുണ്ടാക്കും എന്നൊക്കെയാണ് ധനകാര്യമന്ത്രി അവകാശപ്പെട്ടിരിക്കുന്നത്. ഈ കടം വാങ്ങിച്ച് ചിലവാക്കിയിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസത്തിന് വേണ്ടിയിട്ടാണ്. അതായത് റോഡ്, അതുപോലെ തന്നെ പാലം, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അത് മുതൽ മുടക്കിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ അത് അതിൽ തന്നെ ഉൽപ്പാദനക്ഷമമാകുന്നില്ല. ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ മൂലധന നിക്ഷേപം നടക്കുകയും പുതിയ വ്യാവസായികമോ സേവന രംഗത്തോ അല്ലെങ്കിൽ കൃഷിയിലോ ഒക്കെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉൽപ്പാദനക്ഷമമായിട്ടുള്ള വശം പ്രകടമാവുക അല്ലെങ്കിൽ ഗുണം കിട്ടുക. പക്ഷേ കുറച്ച് കാലമായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഇന്ത്യയിലെ സ്വകാര്യ മൂലധന മുടക്ക് മടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാ കണക്കുകളും കാണിക്കുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഒരു കാരണം നിലവിലുള്ള ഉൽപ്പാദന ശേഷിയുടെ 75% പോലും ഈ മേഖലയ്ക്ക്, സ്വകാര്യ മേഖലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ ഫാക്ടറികൾ, വലിയ സ്ഥാപനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ പൂർണ്ണതയിൽ അവരെത്തുന്നില്ല. അത് 75% പോലും കഴിയുന്നില്ല. എന്തുകൊണ്ടാണത് കഴിയാത്തത്? കാരണം ആ ഉൽപ്പാദനശേഷി പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ഇപ്പോൾ തന്നെ ഈ 75% ഉൽപ്പാദനശേഷി മാത്രം ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പോലും അത് മുഴുവൻ വിറ്റഴിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആവശ്യം അത്രയ്ക്കില്ല. ഇതാണൊരു പ്രധാന ഘടകം. അപ്പോൾ അങ്ങനെ വേണ്ടത്ര ആവശ്യമില്ലാത്തത് കൊണ്ട്, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, ചരക്കുകൾക്ക് വേണ്ടത്ര ആവശ്യമില്ലാത്തത് കൊണ്ട് കഴിയുന്ന ഉൽപ്പാദനം പോലും ചെയ്യാതെ അതിനെ വെട്ടിക്കുറച്ച് നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ആരാണ് പുതിയ മുതൽ മുടക്കിന് സന്നദ്ധമാവുക? ഇത് ഉൽപ്പാദനശേഷിയുടെ ഒരു കാര്യം മാത്രമല്ല, അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രശ്നം മാത്രമല്ല, അതുകൂടാതെ ഉയർന്ന പലിശ നിരക്ക് മറ്റൊരു കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നിലനിൽക്കുമ്പോൾ മൂലധന മുടക്കിന് വേണ്ടി കേന്ദ്ര സർക്കാർ വലിയ തുകകൾ ചെലവാക്കിയത് കൊണ്ട് മാത്രം സമ്പദ്ഘടനയിൽ ഒരു വളർച്ച ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലില്ലായ്മയുടെ യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാനായിട്ട് മോഡി സർക്കാർ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽ വാഗ്ദാനങ്ങൾ ഒരേ സമയം മോഡിയുടെ നേരിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നാമമാത്രമായിട്ടുള്ള അളവിൽ മാത്രമാണ് ഈ തൊഴിലില്ലായ്മയെ സ്പർശിക്കുന്നുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഉൽപ്പാദനക്ഷമമായിട്ടുള്ള മൂലധന മുടക്ക് ഒരു രംഗത്തും കാര്യമായിട്ട് നടക്കാതിരിക്കുമ്പോൾ പുതിയ തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നത് നടക്കുന്ന കാര്യമല്ല. അതാണ് അതിൻ്റെ വസ്തുത. ഈ ബഡ്ജറ്റിൽ പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ സാമൂഹ്യക്ഷേമ മേഖലയിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് മുടക്ക് കുറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയായാലും കൊള്ളാം, വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി, തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ ഇത് പ്രകടമാണ്.
കഴിഞ്ഞ ബഡ്ജറ്റിനെ അപേക്ഷിച്ച് കമ്മി കുറച്ചിരിക്കുന്നു എന്നാണ് ധനകാര്യമന്ത്രി അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ആ കമ്മി കുറയ്ക്കുമെന്ന് പറഞ്ഞതിനേക്കാൾ അധികമായിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ശരിയാണത്. പക്ഷെ അത് കഴിഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധന ചെലവിന് വേണ്ടി മുടക്കുമെന്ന് പറഞ്ഞ സംഖ്യയിൽ വലിയൊരു സംഖ്യ മുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കമ്മി കുറയും. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ മുടക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ മൂലധന ചെലവ് തന്നെ ഏതാണ്ട് ഒരു 11 നിർണായക ഗണ്യമായ രീതിയിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ് പുതിയ ബഡ്ജറ്റിൽ? എന്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വർഷമാകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം? തെരഞ്ഞെടുപ്പ് വർഷം ആയതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങളുടെ ഒരു പ്രളയമായിരിക്കും ബഡ്ജറ്റിലുണ്ടാകുക എന്നാണ് പലരും കരുതിയിരുന്നത്. പക്ഷെ അതല്ല ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ ഭയങ്കര കരുതലോടുകൂടി ഒരു ബഡ്ജറ്റായിരുന്നു ഇത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല, കരുതലല്ല കാര്യം. കാരണം അതിരൂക്ഷമായ വിലക്കയറ്റമാണ് ഇന്ന് സാധാരണ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിനിടയിൽ ഏറെക്കുറെ ഇരട്ടിക്കിരട്ടി ആണ് വില വർദ്ധിച്ചിട്ടുണ്ടായിട്ടുള്ളത് നിത്യോപയോഗ സാധനങ്ങളുടെ. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഞെരുങ്ങുന്നൊരു സാഹചര്യത്തിൽ 19,000 രൂപ മാസശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് പോലും അവരുടെ കുടുംബത്തിന് മുമ്പുണ്ടായിരുന്ന ജീവിത നിലവാരം ഇപ്പോൾ നിലനിർത്താൻ കഴിയുന്നില്ല എന്നാണ് ഒരു സുഹൃത്ത് ഈ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പിന്നെ നിത്യപ്പണി കൂലിത്തൊഴിലാളികളായിട്ട് ആൾക്കാരുടെ അവസ്ഥ എന്താ നമുക്ക് ഊഹിക്കാമല്ലോ. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമ്മുടെ തന്നെ ചിലവുകൾ എങ്ങനെ വെട്ടിക്കുറയ്ക്കേണ്ടി വന്നിരിക്കുന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വിലക്കയറ്റം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനിൽ BJPയുടെ വിജയപരാജയ സാധ്യതകളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുമ്പ് വാജ്പേയിയുടെ കാലഘട്ടത്തിൽ വലിയ വളർച്ചയുണ്ടായി എന്നൊക്കെ അവകാശപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേരെ വിപരീത ഫലമുണ്ടായ കാര്യം മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ശരി ഒരു വാഗ്ദാനവും കൊടുക്കാതെ തന്നെ ഞങ്ങൾ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമല്ല, നേരെ മറിച്ച് ഇതെല്ലാം കാട്ടിക്കൂട്ടിയിട്ടും ഈ പറയുന്ന അയോധ്യയിലെ ബ്രാഹ്മണ്യത്തിൻ്റെ അക്രമാസക്തമായ സ്തംഭം സ്ഥാപിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അവസാനം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ചടി ഉണ്ടായാലോ എന്നൊരാശങ്കയാണ് യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റിൽ നിഴലിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ വലിയ ചെലവുകൾ വെട്ടിക്കുറച്ച്, സർക്കാരിൻ്റെ കടമെടുപ്പ് വെട്ടിക്കുറച്ച് ഒരു നീക്കം നടത്തുന്നത്. അപ്പോൾ അതിലൂടെ കൂടുതൽ പണം ലഭ്യമാക്കാൻ കഴിയുമെന്നും പലിശ നിരക്ക് കുറയ്ക്കാനായിട്ട് റിസർവ് ബാങ്കിന് കഴിയുമെന്നുമുള്ളൊരു കണക്കൂട്ടലായിരിക്കാം അതിന് പിന്നിലുള്ളത്. മിക്കവാറും അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ പലിശ നിരക്ക് കുറച്ചതിൻ്റെ കാര്യമായിരിക്കും. എങ്ങനെയെങ്കിലും സ്വകാര്യ മുതൽ മുടക്കിനെ പ്രോത്സാഹിപ്പിച്ച് ഉത്തേജിപ്പിച്ച് അങ്ങനെ കുറേം കൂടി ഒരു സജീവത ഉണ്ടാക്കിയെടുത്ത് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന അനുസരിച്ചിട്ട് വിലക്കയറ്റവും മറ്റൊക്കെ നിയന്ത്രിച്ച് നിർത്താവുന്നൊരു നീക്കത്തിലേക്കായിരിക്കും പോകാമെന്നായിരിക്കും കണക്കൂട്ടൽ. അതിന് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും 10 വർഷത്തെ മോഡി ഭരണത്തിൻ്റെ അവകാശവാദങ്ങൾ എന്തു തന്നെയായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അഭിപ്രായങ്ങളും മറ്റും തീർച്ചയായിട്ടും അറിയിക്കണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ കുറിക്കണം. അതല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇങ്ങനെ അറിയിക്കുകയും ചെയ്യണം. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഉപാധ്യങ്ങൾ.